ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം ഉറപ്പിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻഡിഎ സഖ്യം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി സർക്കാർ രൂപീകരണ നീക്കം ആരംഭിച്ചു. ഈ മാസം 9-നുള്ളിൽ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്ന് റിപ്പോർട്ട്. ലോക്സഭയിൽ 272 എന്ന മാന്ത്രിക സംഖ്യ കടന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് എൻഡിഎ മൂന്നാം തവണയും ഇന്ദ്രപ്രസ്ഥത്തിൽ അധികാരമുറപ്പിച്ചത്. 240 സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബിജെപി സഖ്യകക്ഷികളുമായി ചേർന്നുകൊണ്ട് സർക്കാർ രൂപീകരണത്തിന് നീക്കം ആരംഭിച്ചു. എൻഡിഎ യോഗം ചേർന്ന് ചർച്ചകൾക്ക് ശേഷം പുതിയ സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കും. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, പവൻ കല്യാൺ, ചിരാഗ് പാസ്വാൻ തുടങ്ങിയ ഘടകകക്ഷി നേതാക്കളെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്തിക്കൊണ്ട് 300-നടുത്ത് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാകും എൻഡിഎ മൂന്നാം തവണ സർക്കാർ രൂപീകരണത്തിന് അവകാശം ഉന്നയിക്കുക. അതേസമയം 230ഓളം അംഗങ്ങളുടെ മാത്രം പിന്തുണയുള്ള ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരണ ചർച്ചകൾ നടത്തുമെന്ന പ്രഖ്യാപനത്തെ തള്ളുകയാണെന്ന് ബിജെപി നേതാക്കൾ പ്രതികരിച്ചു. ऐसा कोई दिक्कत नहीं है, पूरा पार्टी हमारा साथ है. हम सबसे बात किया क्योंकि नया भी अलायंस नहीं ना, पहले से ही हम इलेक्शन से पहले से ही हम अलायंस किया है, मिलके काम किया है. हमारा कार्यकर्ता उनको काम किया, उनका कार्यकर्ता हमारा काम किया, मिलके मेजॉरिटी मिला. अभी कोई प्रॉब्लम नहीं है. ലോക്സഭയിൽ തുടർഭരണത്തിനുള്ള ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയത് ബിജെപി നേതൃത്വം നൽകുന്ന എൻഡിഎ സഖ്യത്തിനാണെന്നും ജനവിധി അട്ടിമറിക്കാനുള്ള കരുത്ത് ഇന്ത്യ മുന്നണിക്കില്ലെന്നും ബിജെപി നേതാക്കൾ വ്യക്തമാക്കി. എൻഡിഎ യോഗത്തിനായി ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കളും ഇന്ത്യ മുന്നണി യോഗത്തിനായി നിലവിലെ പ്രതിപക്ഷ നിരയിലെ നേതാക്കളും ഡൽഹിയിലെത്തി. ജനം, ഡൽഹി.